ഒരുപാട് പേര് നമ്മളുടെ ഇപ്പോഴും കളിയാക്കുന്നവർ കഴിഞ്ഞാൽ ഇത് ഈ ഒരു കണ്ടീഷനായി അപ്പോഴും ഞാൻ അവസാനം അപ്പനോട് ലാസ്റ്റ് സംസാരിച്ച കോൾ റെക്കോർഡുകൾ ഇതിനകത്ത് അത് വിഷമാണെങ്കിൽ കൂടി എന്ന് പറയണത് നമുക്കിനി നേരിട്ട് അപ്പനെ കാണാനോ സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റില്ലല്ലോ. ഭയങ്കര പ്രതീക്ഷ ശരിയായിരിക്കും. നമ്മളെ വന്ന് നോക്കുമ്പോ ചിലപ്പോ നമ്മൾ 100%. അപ്പോ നമ്മള് കുറച്ച് ദിവസങ്ങളായി ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടാ. അപ്പൊ കുറച്ചധികം കാലമായി. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഈ ലോങ് വീഡിയോ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പലരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി കുറവാണെന്ന്. ക്ലാരിറ്റി കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല ഫോൺ വാങ്ങുക അങ്ങനെയൊക്കെ പറയാറുണ്ട് ഓരോരുത്തര്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിനെ കുറിച്ചിട്ട് പറയാനാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനല് തുടങ്ങിയിട്ട് ഇപ്പോ കുറച്ച് ഒരു 3 വർഷത്തിന്റെ അടുത്തോളം ആവാറായി, 2.5 വർഷത്തോളമായി. ഇപ്പൊ പലപ്പോഴും നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. പിന്നെ ഉണ്ണികള് ഉള്ളത് കാരണം ഉണ്ണികളുടെ കാര്യങ്ങളൊക്കെ സൗമ്യ നോക്കണത് കാരണം ആ സമയത്ത് നമുക്ക് വീഡിയോസ് അവര് പിന്നെ അവൾ ഉണർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറച്ച് വാശിയും നിർബന്ധമൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമുക്ക് ആ എടുത്തോണ്ടിരിക്കുന്ന വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോസ് കുറച്ച് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറഞ്ഞു. ഞങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ അറിയാലോ യൂട്യൂബാണ്. ഇപ്പൊ എന്നാലും നമ്മള് ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഇപ്പൊ ഇത്രയും വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ പറയണേ, സത്യം ഇത് ചിലര് ഒരുപാട് പേര് നമ്മളുടെ ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്. എന്താ പറയണേ, നിങ്ങൾ കുറെ കാലമായില്ല തുടങ്ങിയിട്ട് എന്നിട്ട് ഒന്നും ആയില്ലല്ലോ എന്നൊക്കെ. ഇപ്പൊ പക്ഷെ മുമ്പ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ, പക്ഷെ ഇപ്പൊ ഞങ്ങള് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മനസ്സംതൃപ്തിക്ക് ഞങ്ങളുടെ എന്റർടൈൻമെന്റ് എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നുള്ളൂ. പ്രശ്നമില്ല. നമ്മുടെ ഒരു ഇതെന്നുള്ള ഒരു ഹോബി എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഞങ്ങളിപ്പോ അത് കാണണം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ എടുത്തോട്ടെ. അപ്പൊ നമ്മള് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോണ്. അതിപ്പോ ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണാണ് കേട്ടോ. മോട്ടോയുടെ ഒരു മോട്ടോ G31 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. ഇതിപ്പോ ഒരു 4 വർഷത്തോളം ആ ഫോൺ വാങ്ങിയിട്ട് എന്ന് പറയാം. അപ്പൊ ഇതിനകത്താണ് ഞങ്ങൾ മെയിനായിട്ട് കൂടുതൽ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഇതിനകത്താണ്. അപ്പൊ ഇതിന്റെയും ക്യാമറ അത്ര വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന് അറിയാം. അപ്പോ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ആദ്യം ഞാനിത് വാങ്ങിച്ചിട്ട് ഞാനായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇടക്കാലത്ത് നമ്മള് രണ്ടാമത്തെ പ്രസവത്തിന്റെ സമയമൊക്കെ ആയപ്പോഴാണ് അതുവരെ സൗമ്യക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് കീപാഡ് ഫോണായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോ സൗമ്യക്കും പിന്നെ ഫോൺ വേണ്ടി വരുന്ന അവസാനം കീപാഡ് ഫോണ് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ഫോണും ഇല്ലാണ്ടായപ്പോ പിന്നെ ഫോൺ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഫോണ് സൗമ്യക്ക് കൊടുത്തിട്ട് പിന്നെ ഞാന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഓപ്പോയുടെ. ഇപ്പോൾ ആ ഫോൺ എടുത്തിട്ട് അതും ഒരു 6-7 മാസത്തോളം ഉപയോഗിച്ചു കേട്ടോ. നല്ല ഫോണായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫോണായിരുന്നു. ഓപ്പോന്റെ A5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡല്, പഴയൊരു മോഡലാ. പക്ഷെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കണ്ടീഷനായി ആയി ഫോണ്. കാരണം ഇതിപ്പോ ഈ ഒരു കണ്ടീഷനായി കളിക്കാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതല് അവൻ ഗെയിമൊക്കെ കളിച്ചിട്ട് എന്തോ ആണെന്ന് അറിയത്തില്ല, ഇതിന്റെ ബാറ്ററി നല്ലോണം വീർത്തിട്ട് ഇത് ഇവിടുന്ന് ബൾജായിട്ട് ഇതിന്റെ പാനല് പൊന്തി വന്നു. അപ്പൊ പേടിയായിട്ട് ഇനി ബാല പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇത് സൗമ്യ ആ ബാറ്ററി നിന്ന് റിമൂവ് ചെയ്തു. അപ്പൊ റിമൂവ് ചെയ്തപ്പോ ഇവള് ഇതിന്റെ സ്ട്രിപ്പ് അടക്കാണ് റിമൂവ് ചെയ്തത്. അവൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ പക്ഷെ എന്നാലും ഞാൻ ഇനി ഇത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ കുഞ്ഞുങ്ങളല്ലേ കളിക്കുമ്പോ എന്തെങ്കിലും പറ്റിയാണോ വെച്ചിട്ട് ഞാനത് ബാറ്ററി ഊരി മാറ്റി. പക്ഷെ എനിക്കതല്ല, അതെ ഈ ഫോണ് ഒന്നുകൂടി റെഡിയാക്കി എടുക്കണം എന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം അപ്പനോട് ലാസ്റ്റ് സംസാരിച്ച കോൾ റെക്കോർഡുകൾ ഇതിനകത്ത് ഉണ്ട്. ലാസ്റ്റ് എന്നല്ല, ഇപ്പൊ ഒരുവിധം കോൾ റെക്കോർഡുകളൊക്കെ അപ്പൻ്റെ ഇതിനകത്ത് ഉണ്ട് എൻ്റെ. അപ്പോ ഇനി നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഈ ഫോൺ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കേൾക്കായിരുന്നു. സംഭവം അത് വിഷമാണെങ്കിൽ കൂടി എന്ന് പറയണത് നമുക്കിനി
നേരിട്ട് അപ്പനെ കാണാനോ സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഓർമ്മയുണ്ട് ഇതിനകത്ത്. അപ്പോ അതുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ വെച്ചോണം, അത് കളയത്തില്ല. ഇത് ഇനിയിപ്പോ ബാറ്ററി സ്ട്രിപ്പ് ഒക്കെ മാറ്റി എടുക്കണം, എന്നാലും ഇത് കളയാൻ തോന്നുന്നില്ല. ഇതിന്റെ ഡിസ്പ്ലേയുടെ ഈ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്നാലും ഇത് ഇവിടെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കുക. ഭാവിയിൽ എന്തെങ്കിലും ഇതൊന്ന് റിപ്പയർ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ ഇതിപ്പോ സൗമ്യ കൊടുത്തായിരുന്നു. അപ്പൊ പിന്നെ ഈ ഫോൺ കേടായപ്പോ എനിക്ക് പിന്നെ ഫോൺ മാറ്റേണ്ടതായിട്ട് വന്നു. പിന്നെ അപ്പൊ സൗമ്യയുടെ നിന്ന് ഈ ഫോൺ തിരിച്ചു വാങ്ങാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സൗമ്യയുടെ നിന്ന് ആ ഫോണ് തിരിച്ചു വാങ്ങിച്ചു. പകരം സൗമ്യക്ക് ഞാനൊരു ഫോൺ വാങ്ങിയെടുത്തു കേട്ടോ. ആ ഫോണിലാണ് ഇപ്പൊ ഞങ്ങൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, സാംസങ്ങിന്റെ S17. അപ്പോ ആ ഫോണിലാണ് ഞങ്ങളിപ്പോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളും പ്രതീക്ഷിച്ച് വാങ്ങിയ ഫോണാണ്. അപ്പോൾ ഇതിലിപ്പോ പലപ്പോഴും പലരും പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസിന് ക്ലാരിറ്റി കുറവാണ്, ഫോണൊക്കെ നല്ല ഫോണൊക്കെ വാങ്ങും. നമുക്കും ആഗ്രഹമുണ്ട് നല്ല ഫോണുകളൊക്കെ വാങ്ങിക്കാനും. ഇപ്പോ നമ്മള് പറ്റാവുന്ന നല്ല രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നല്ല വെളിച്ചമുള്ളിടത്തൊക്കെ വെച്ചിട്ട്. എന്നാൽ പോലും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടായിരിക്കാം. അപ്പൊ അതൊരു ക്ഷമിക്കുക. അതപ്പോ നമ്മളതൊരു പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അല്ലാതെ അപ്പോ പലരും ഇപ്പൊ ചോദിക്കുന്നത് എന്താ ക്ലാരിറ്റി ഇല്ല. അപ്പൊ നമ്മൾ സാംസങ്ങിന്റെ ഒരു ഏകദേശം ഒരു 18,000 സംതിങ് അന്ന് വന്നിട്ടുണ്ട്. അതാ നമ്മളെ കൊണ്ടുള്ള ബഡ്ജറ്റിനല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഐഫോണിലാണ് വീഡിയോസ് കൂടുതലൊക്കെ ചെയ്യണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. നമ്മളും കുറെ ആഗ്രഹിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ എടുക്കാൻ കഴിയട്ടെ കേട്ടോ. പിന്നെ അധ്വാനിച്ച് ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാരും വിചാരിക്കണ്ടോ പിന്നെ അധ്വാനിച്ച് മേടിച്ചോടുന്നു. അങ്ങനെയല്ല. ഇപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമുക്ക് ആ ഒരു ഇതില്ലാണ്ട് നമ്മള് എന്താ പറയാ പൈസ മുടക്കുന്ന അർത്ഥമല്ലേ അത്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഉള്ളത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ എല്ലാരും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ പോരായ്മകളും ഉണ്ടാവും. പോരായ്മകള് ഇത്തരത്തിലുള്ള പിന്നെ പലപ്പോഴും പലരും പറയുന്നുണ്ട് ഇപ്പൊ മറ്റേ എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള മറ്റേ വീഡിയോസും ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ സമയം കിട്ടാറില്ല. അപ്പൊ ഞാൻ രാവിലെ രാവിലെ ജോലിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രിയാവും വരാ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് പിന്നെ ഫുഡ് കഴിച്ച് കിടക്കും. കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ കിടക്കാനുള്ളത്, പിന്നെ വീഡിയോസ് എടുക്കാൻ നമ്മള് ജോലിക്ക് പോകാനുള്ളതും. അപ്പൊ ഉണ്ണികളെ എനിക്കണതിന് മുമ്പ് ഇവിടും കാര്യങ്ങൾ ചെയ്ത് വെക്കണം. മറ്റേ അംഗനവാടിയിൽ വിടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ്. എന്നാലും ഞങ്ങൾ ഇടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും ചിലപ്പോ നമ്മളെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേര്. ഞങ്ങള് ജെന്യുവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറഞ്ഞ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോ കൊല്ലംകാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കൊല്ലംകാരും കൂടി ഞങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഇഷ്ടമൊക്കെ ഒരു ഇതൊക്കെ തോന്നുള്ളൂ. മടുപ്പ് തോന്നാതിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തിരക്കുന്ന സപ്പോർട്ട് ചെയ്യണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. സത്യം പെണ്ണ് കരഞ്ഞു. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ എല്ലാരും ഹാപ്പി ആയിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.